everyone, welcome back to our channel Indus Recipe. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലപോലെ പുളിയും എരിവും ഒക്കെ ഇങ്ങനെ പിടിച്ച് അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു ഫിഷ് പിക്കിളാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചൂര എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ. അത് 1 kg ഉണ്ടായിരുന്നു മേടിച്ചപ്പോൾ. അത് കഴിഞ്ഞ് കട്ടൊക്കെ ചെയ്ത് തലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഏകദേശം ഒരു 750 ഗ്രാം ഇപ്പോൾ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്നുകൂടി കഴുകിയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കഴുകുമ്പോഴാണെങ്കിലും ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം വലിയ 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി സാധാരണ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു മീനിന് ആവശ്യത്തിന്. അത് നമുക്കറിയാലോ, നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മീനിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ആയി കിട്ടിക്കോളും. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നനഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തേക്കും ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ എണ്ണയിലല്ല വറുത്തെടുക്കേണ്ടത്, നല്ല എണ്ണയിലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെർജിൻ സീസെയിം ഓയിലാണ്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു പകുതി മുങ്ങിക്കിടന്ന് പൊരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഫിഷ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് അടിയിലൊക്കെ പിടിച്ചത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ചും വെക്കണം. എന്നാലേ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. നമ്മൾ നല്ലപോലെ ഡീപ് ഫ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ കേട്ടോ. നല്ലപോലെ ഫ്രൈ ആയാലാണ് ടേസ്റ്റും അതുപോലെ ചീത്തയാവാതെ ഇരിക്കുകയും ചെയ്യുള്ളൂ. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ എണ്ണയൊന്നും ഇല്ലാതെ ഓരോ പീസായിട്ടും എടുക്കാനായിട്ട് സാധിക്കും. ഞാനെല്ലാം ഇതുപോലെ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ സെക്കൻഡ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബാക്കി ഉണ്ടായിരുന്ന പീസസും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മൾ ഫുള്ളായിട്ടിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാൻ തന്നെ. നമുക്കറിയാലോ, സാധാരണ മീനൊക്കെ പൊരിക്കുന്ന പോലെ ചെറിയ പീസായതുകൊണ്ട് തന്നെ നന്നായിട്ട് പെരണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു മീൻ ഒരു കഷ്ണം കഴിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര ഉപ്പുണ്ട്, എത്ര മുളകുണ്ട് എന്നൊക്കെ. അതിന് ശേഷം വേണം നമ്മൾ അതിലേക്കുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവിയിൽ അതിനനുസരിച്ച് ഉപ്പിടണം. എരിവും അതുപോലെ തന്നെ. ഇപ്പോൾ അത് കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണ, ഇത് നമ്മൾ മീൻ പൊരിച്ച എണ്ണയാണ്. ഇത് വേറൊരു പാനിലേക്ക് അതിൽ തരികളൊന്നും ഇല്ലാണ്ട് ഒഴിച്ചെടുക്കുവാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറേ കരിഞ്ഞൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ അതുപോലെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾ നല്ല ഫ്രഷ് കറിവേപ്പില, ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉണങ്ങിയ കറിവേപ്പില ഉള്ളൂ എൻ്റെ കയ്യിൽ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല തത്തമ്മ പച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കടിക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ഒരു അച്ചാറിന് ഈ ഒരു രീതിയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു തരം അച്ചാറാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ.
അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറണം, നല്ലൊരു സ്മെല്ലൊക്കെ വരും, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്തതിൻ്റെ. അതിനുശേഷം നമുക്ക് ഇതിലേക്കും മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സാധാരണ മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ചേർക്കുന്ന ആ സ്പൂൺ കുറച്ച് ചെറുതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എണ്ണ ഒരുവിധം വറ്റി. അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാകും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനെഗറാണ്. സാധാരണ വിനെഗറാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ആപ്പിൾ സൈഡർ ഉള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നു. 1.5 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം നമ്മൾ ചായ കുടിക്കുന്ന നോർമൽ ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ്സേ വരുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ആപ്പിൾ സൈഡർ വിനെഗർ. ഇത് കുറച്ച് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. സാധാരണ വിനെഗർ ആണെങ്കിൽ വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ആ വീര്യം. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആപ്പിൾ സൈഡർ വിനെഗറിന് നല്ലപോലെ പുളിയുണ്ട്. അതുപോലെ ഈ നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ല എരിവുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉപ്പ് മതിയാവില്ല. എന്നാലും കുറച്ചായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇനി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണം, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. നല്ല പോലെ പേസ്റ്റ് പോലെ നമ്മുടെ ഈ ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കായപ്പൊടി. ഇത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതും ഒത്തിരി കൂടി പോകാൻ പാടില്ല. കറക്റ്റ് അളവിന് ഒരു ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള നമ്മുടെ ചൂരമീൻ ഫ്രൈ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് പൊട്ടിപ്പോവാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് പൊട്ടിപ്പോവില്ല. ഈ സമയത്ത് കുറച്ച് വിനെഗർ കൂടി, ഒരു 1/4 കപ്പ് വിനെഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ അച്ചാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറാണ്, പക്ഷെ ക്യാമറയിൽ അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്താലാണ് നല്ലൊരു കളർ കിട്ടുള്ളൂ. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് കളർ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ്. കണ്ടോ, ഇനി നമുക്ക് ഇതെടുത്ത് ആറാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വയ്ക്കുന്നത് അത്ര നല്ലതല്ല. അത് അലൂമിനിയം പാത്രമാണെങ്കിലും അതുപോലെ ചീനച്ചട്ടി ആണെങ്കിലും നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒരു ചില്ല് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഏകദേശം തണുത്ത് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഒരു ചില്ല് പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു ടേസ്റ്റ് മേക്കറാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഫിഷിൻ്റെ പിക്കിളിൽ പഞ്ചസാര ചേർത്താൽ കൊള്ളൂലാന്ന്. അങ്ങനെ മധുരം ഒന്നും വരില്ല കേട്ടോ. ആക്ച്വലി നല്ല പുളിയുണ്ട്, നല്ല എരിവുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വിനെഗർ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ മെൽറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിനി ചൂരമീൻ കിട്ടുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ പെട്ടെന്ന് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വറുക്കുന്നത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് കഴിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ഒരാഴ്ചയെങ്കിലും വച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വിനാഗിരിയുടെ ഒപ്പം ഉപ്പും മുളകും എല്ലാം ഉള്ളിലേക്ക്, നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാറായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
അപ്പോൾ ടേക്ക് കെയർ, ബൈ.